ആരോപണ പ്രത്യാരോപണങ്ങൾ രൂക്ഷമായ വടകര ലോക്സഭാ മണ്ഡലത്തിൽ പ്രചാരണത്തിനായി ഇന്ന് ദേശീയ നേതാക്കൾ എത്തുകയാണ്. CPM ദേശീയ ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയും കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും ഇന്ന് വടകരയിലെത്തും. ഷാഫി പറമ്പിൻ്റെ പ്രചാരണത്തിനായി പ്രതിപക്ഷ നേതാവ് VD സതീശനും ഉമാ തോമസ് MLAയും എത്തുന്നുണ്ട്. ദീപക് തർമ്മണം വിവരങ്ങളുമായി ചേരുന്നു. കടുത്ത പോരാട്ടമാണല്ലോ ദീപക് വടകരയിൽ നടക്കുന്നത്. ഗുഡ് മോർണിംഗ്. പറയൂ, ഇന്ന് എന്തായിരിക്കും പോരിൻ്റെ കരുത്ത്? വെരി ഗുഡ് മോർണിംഗ് SKN. വടകര ഒരു വലിയ അങ്കത്തട്ടാണ്. ഇപ്രാവശ്യം തെരഞ്ഞെടുപ്പിലും വാശിയേറിയ അങ്കത്തട്ടായി മാറുന്നു. അതായത് വടകര ഒരു പരാതിക്കരയും ആരോപണക്കരയുമായി മാറി എന്നുള്ളതാണ് ഈ വടകര അങ്കത്തട്ടിലെ ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലെ അവസ്ഥ. ഇന്നിപ്പോൾ നേതാക്കൾ കൂട്ടമായി എത്തുകയാണ്. ഇടതുമുന്നണി ഈ ക്യാമ്പിന് ആവേശം പകരാൻ വേണ്ടി CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി എത്തുന്നു. അതുപോലെ തന്നെ BJP ക്യാമ്പിന് ആവേശം പകരാനായി രാജ്നാഥ് സിംഗ് പ്രതിരോധ മന്ത്രി എത്തുന്നു. തലശ്ശേരിയിലാണ് പരിപാടി, വടകരയിലാണ് സീതാറാം യെച്ചൂരിയുടെ പരിപാടി. ഇതുകൂടാതെ UDF ക്യാമ്പിന് ഷാഫി പറമ്പിലിന്റെ ക്യാമ്പയിന് വേണ്ടിയിട്ട് VD സതീശൻ പ്രതിപക്ഷ നേതാവ് എത്തുന്നു. ഒപ്പം തന്നെ ഉമാ തോമസും എത്തുന്നു. ഈ വടകരയിലാണെങ്കിൽ KK ശൈലജ ടീച്ചറെ വ്യക്തിഹത്യ ചെയ്തുകൊണ്ടുള്ള പ്രചാരണം മുന്നോട്ട് പോകുന്നു എന്നുള്ള പരാതിയുണ്ട്. ടീച്ചർ തന്നെ വികാരപരമായാണ് കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനത്തിൽ സംസാരിച്ചത്. സ്വാഭാവികമായും UDFന്റെ ഒരു സ്ട്രാറ്റജി വ്യക്തിഹത്യ എന്ന് ഉള്ളതില്ല എന്ന് സ്ത്രീകളെ ഇറക്കിക്കൊണ്ട്, അതായത് KK രമയ്ക്കൊപ്പം ഉമാ തോമസിനെ കൂടി ഇറക്കിക്കൊണ്ട് അവർ അത്തരത്തിലുള്ള ഒരു ക്യാമ്പയിനാണ് തയ്യാറാവുന്നത്. ഇന്ന് അവർ വാർത്താ സമ്മേളനം വിളിച്ചിട്ടുണ്ട്. ഏതായാലും ഈ വടകര മണ്ഡലത്തിൽ നിന്നുള്ള ചലനങ്ങൾ അപ്പോൾ നമ്മുടെ പ്രതിനിധികൾ, ഇപ്പം രാജ്നാഥ് സിംഗിന്റെ പരിപാടി നമ്മുടെ സജോ ദേവസിയും അതുപോലെ തന്നെ ഉമാ തോമസിന്റെ വാർത്താ സമ്മേളനം നമ്മുടെ പ്രതിനിധി മിഥിലയും അപ്പോൾ പ്രേക്ഷകരെ അറിയിക്കും. ഏതായാലും ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും ശ്രദ്ധ ആകർഷിക്കുന്ന മണ്ഡലം, അല്ലെങ്കിൽ രാഷ്ട്രീയ പോരാട്ടം അതിന്റെ ഉച്ചസ്ഥായിയിൽ ഒരു പോരാട്ടം വലിയ രീതിയിൽ മറ്റൊരു തലത്തിലേക്ക് നീങ്ങിയ മണ്ഡലമാണ് വടകര SKN. ഓക്കെ, താങ്ക് യു ദീപക് തർമ്മണം.